നമസ്കാരം, ഞാൻ കൃഷ്ണകുമാർ. കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരത്താണ് ഞാനുള്ളത്. ഇന്നത്തെ പ്രത്യേകത അറിയാമല്ലോ, ഭാരതബന്ധാണ്. ഈ ഭാരതബന്ധിനും സഞ്ചാരികൾക്ക് എന്തിഷ്ടമാണ് ഈ റാണിപുരത്തിന്. അവർ മാറോടണയ്ക്കാൻ വേണ്ടി കുടുംബവും കുട്ടികളുമായി നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ഈ റാണിപുരത്തിൻ്റെ മണ്ണിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കർണാടക പുത്തൂർ അല്ലേ? കർണാടക ബോർഡറിൽ പുത്തൂരിൽ നിന്ന് വന്ന കുറച്ച് ചെറുപ്പക്കാരാണ്. കാസർഗോഡ്. എങ്ങനെയുണ്ട് റാണിപുരത്തിനെ കുറിച്ച്? കേറാണ്ട് മാത്രം നല്ല നടന്നാല് ആ എൻഡിലൊക്കെ എത്തിയാൽ മുതലോ എൻഡിലൊക്കെ. അപ്പൊ ഈ ഹർത്താലായിട്ടും നിങ്ങൾക്ക് ഇവിടെ വരാനുള്ളൊരു ഹർത്താലിന് കടയില്ല, എല്ലാവരും ഫ്രീ ആയി. എല്ലാവരും ഉണ്ട്, കുറെ പേരുണ്ട്. എല്ലാ മേഖലയിലും ഇതാക്കുന്നതിനോണ്ട് പണി കൊടുക്കാനോണ്ട് എല്ലാവർക്കും കുറച്ച് ഇത് കൊടുക്കും. എന്നാ വെള്ളം അതെല്ലാം കുടിവെള്ളമാണ്. അതിന്റെ കുപ്പി കൊണ്ടാനുള്ള ഇതുണ്ട്. പക്ഷെ എന്നാലും അങ്ങനത്തെ പുറമെ വരുമ്പോ എല്ലാവർക്കും ഒരു സമാധാനം. ഇത് നല്ല ടൂറിസ്റ്റ് ഏരിയ, അതുകൊണ്ട് മുകളിൽ ഇതെല്ലാം ജ്യൂസ് പ്ലാസ്റ്റിക് കൊണ്ടുപോകാത്തത്. അതെ അതെ, ഇവിടെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. അപ്പൊ അതുകൊണ്ട് നല്ലതാണ്. പക്ഷെ എന്തെങ്കിലും മറ്റേ ഒഴിച്ചു കൊടുക്കാൻ പറ്റിയ ഗ്ലാസ്സിലെല്ലാം ഒഴിച്ചു കൊടുക്കാം. മോര് അങ്ങനത്തെ സംഭവം ഉണ്ട്, മോരൊക്കെ ഉണ്ട്. ഇനി അത് കൂട്ടണമെന്നാണ് എല്ലാവരും കേറുന്നല്ല മല കയറി. ഓക്കെ, വെള്ളമില്ലാത്തവരങ്ങനത്തെ കുറെ ആളുണ്ടാവും. ഓക്കെ, താങ്ക് യു. ഇത് റാണിപുരത്തിൻ്റെ കവാടമാണ്. ഇവിടെ നിന്നാണ് അങ്ങോട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന ജോലിക്കാരാണ്, ഫോറസ്റ്റിലൊക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ ജനക്കൂട്ടം? നല്ല ആളുണ്ട്. ഇന്ന് നല്ല ആളുണ്ട് അല്ലേ? കുറേ ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവർ ഭക്ഷണമൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് വരുന്നത്. എന്നാലും ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ. കാലാവസ്ഥയും ഇന്ന് നല്ല അനുകൂലമായിട്ടുണ്ട് അല്ലേ? അത് ശരി. ആഘോഷങ്ങൾക്ക് അവധി കൊടുക്കാതെ വിനോദസഞ്ചാരികൾ. കാസർഗോഡ് ജില്ലയിലെ പനത്തടിയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരത്തിന്റെ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് ജനപ്രവാഹമായിരുന്നു. ഇന്ന് ഭാരതബന്ധായിട്ടും ജില്ലയ്ക്ക് പുറത്തു നിന്നും അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നും കുടുംബസമേതവും അവർ എത്തിത്തുടങ്ങി റാണിപുരത്തിന്റെ കോടമഞ്ഞിനെ പുണരാൻ.